ദൈവത്തിന്റെ ഒരു പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്നേഹിക്കേണ്ട കടക്കാരകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 13-8 പരസ്പരം സ്നേഹിക്കുക എന്നല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. കാരണം മറ്റൊരാളെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ ഓരോ മക്കളും ഒരു കടം വഹിക്കുന്നു, സ്നേഹത്തിന്റെ കടം. ഒന്നാമതായി നാം ദൈവത്തെ സ്നേഹിക്കണം, പിന്നെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കണം. ക്രിസ്തുമതം തന്നെയാണ് സ്നേഹത്തിന്റെ വഴി. സ്നേഹമാണ് കേന്ദ്ര നിയമം, ക്രിസ്തീയ വിശ്വാസത്തിന്റെ പരമോന്നത കൽപ്പന. പഴയ നിയമത്തിൽ 10 കൽപ്പനകൾ ഉണ്ടായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിൽ 2 വലിയ കൽപ്പനകളുണ്ട്. ഒന്നാമതായി നാം ദൈവത്തെ സ്നേഹിക്കണം, രണ്ടാമതായി നമ്മുടെ അയൽക്കാരനെ നമ്മളെ പോലെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ എല്ലാ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. നാം എങ്ങനെയാണ് കടക്കാരായത്? ബൈബിൾ പറയുന്നു, അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തതിനാൽ നാം സ്നേഹം അറിയുന്നു. സഹോദരന്മാർക്ക് വേണ്ടി നമ്മുടെ ജീവൻ കൊടുക്കേണ്ടതാകുന്നു. ഇത് 1 യോഹന്നാൻ 3:16 കാണപ്പെടുന്നു. ഇന്ന് പല വിശ്വാസികളും മറ്റുള്ളവർ തങ്ങളോട് സ്നേഹം കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അവർ ദൈവത്തെ സ്നേഹിക്കുകയോ മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല. തങ്ങൾ സ്നേഹത്തിന്റെ കടം വഹിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. നിറവേറ്റേണ്ട ഒരു കടം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ ജീവൻ നൽകി, അതുവഴി നമ്മെ കടക്കാരാക്കി. നമ്മൾ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. ഒരിക്കൽ ഒരു യുവ സഹോദരനെ ഞാൻ കണ്ടുമുട്ടി. കണ്ണുനീരോടെ തന്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയ കാര്യം പങ്കുവെച്ചു. ആഴമായ ഭാരത്തോടും അനുകമ്പയോടും കൂടി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. അവന്റെ വീട്ടിലേക്ക് സമാധാനം തിരിച്ചു വരുമെന്ന് വിശ്വസിച്ചു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം അവൻ കൈകളിൽ മധുരപലഹാരങ്ങൾ വഹിച്ചുകൊണ്ട് എന്നെ കാണാൻ വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഞാൻ കടംപെട്ടിരിക്കുന്നു. ദയവായി ഇത് സ്വീകരിക്കുക. കണ്ണുനീരും ഭാരവും കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച ആ ദിവസം വലിയ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ഭാര്യ തിരിച്ചെത്തി. ഞങ്ങൾ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു ചെറിയ സ്നേഹപ്രവൃത്തി പോലും അവനെ എങ്ങനെ കടപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നിപ്പിച്ചുവെന്ന് കാണുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മോടുള്ള സ്നേഹനിമിത്തം ഒരു ദാസന്റെ രൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ സ്നേഹനിമിത്തം അവൻ കാരുണ്യത്തോടെ എണ്ണമറ്റ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ആ സ്നേഹനിമിത്തം അവൻ ഭാരമേറിയ ക്രൂശും വഹിച്ചുകൊണ്ട് യെരുശലേമിന്റെ തെരുവുകളിലൂടെ തടുമാറി നടന്നു. തലയിൽ മുൾക്കിരീടവുമായി ക്രൂരമായ ആണികളാൽ തറച്ച ശരീരവുമായി അവൻ മനസ്സോടെ തന്നെ നമുക്ക് വേണ്ടി സമർപ്പിച്ചു. ദൈവമക്കളെ, അത്തരം സ്നേഹത്തിന് പകരമായി നമുക്ക് എന്ത് നൽകാൻ കഴിയും? കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 116 12-13 കർത്താവ് എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോശുവ 7, 8, 9 വൈകുന്നേരം ലൂക്കോസ് 1 21 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.